നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മണിക്കൂറിൽ 250 കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന അതിഭീകരമായ ഒരു ചുഴലിക്കാറ്റ് ഈ വർഷത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നാശനഷ്ടമുണ്ടാക്കുന്ന ഭീമാകാരിയായ ഒരു ചുഴലിക്കാറ്റിനെ തന്നെയാണ് നിലവിൽ ലോകരാജ്യങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തെക്കൻ ചൈനയിലും ഫിലിപ്പീൻസിലും നാശം വിതച്ച് രഗസ എന്ന ചുഴലിക്കാറ്റ് ഇപ്പോൾ വിയറ്റ്നാമിലേക്ക് കാലെടുത്തു വച്ചിരിക്കുന്നു. ചൈനയും ഹോങ്കോങ്ങും ഇതിൻ്റെ പരിണിത ഫലങ്ങളിലേറെ സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി രഗസ കടക്കുന്നത്. കേരളത്തിലാകട്ടെ അതിഭീകരമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചക്രവാത ചുഴിയും തീവ്ര ന്യൂനമർദ്ദവുമായി കേരളത്തിലും മഴ കനക്കുകയാണ്. വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പോ ഈ വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ 2 മില്യൺ ജനങ്ങളെയാണ് രഗസ എന്ന ചുഴലിക്കാറ്റ് മൂലം ബാധിച്ചിരിക്കുന്നത്. ദക്ഷിണ ചൈനയിലും ഫിലിപ്പീൻസിലും ഇപ്പം വിയറ്റ്നാമിലും തായ്വാനിലും നാശം വിതച്ചിരിക്കുകയാണ് രഗസ എന്ന ഈ ചുഴലിക്കാറ്റ്. നിലവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫിലിപ്പീൻസിലും തായ്വാനിലുമായി 25-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതുവരെയും കണക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നിരവധി ആളുകളെ കാണാതായിരിക്കുന്നു. 20 ലക്ഷത്തിലധികം ആളുകളെ പല രാജ്യങ്ങളിൽ നിന്നായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ഇത്രയധികം നാശനഷ്ടങ്ങൾ തന്നെയാണ് രഗസയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ വർഷത്തെ തന്നെ ഏറ്റവും ശക്തമായ കാറ്റാണ് ഇങ്ങനെ ആഞ്ഞടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അനുസരിച്ച് തായ്വാനിൽ മാത്രം ചുഴലിക്കാറ്റിൻ്റെ കെടുതിയിൽ 17 പേർ മരിച്ചു. 150-ലധികം ആളുകൾക്ക് പരിക്കേറ്റെന്ന് ഇന്നലെ പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പീൻസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായി. ഫിലിപ്പീൻസിൽ നാശം വിതച്ചതിന് പുറകെ ദക്ഷിണ ചൈനീസ് തീരത്തേക്കാണ് രഗസ പാഞ്ഞെത്തിയത്. ഈ വർഷത്തെ തന്നെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റിൽ മുന്നിൽ നിൽക്കുന്നു രഗസ. ഹോങ്കോങ്ങിലും തായ്വാനിലും തെക്കൻ ചൈനീസ് തീരത്തും ജനജീവിതം ആകെ ദുസ്സഹമായിരിക്കുന്നു. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളെയൊക്കെ തന്നെ തകർത്ത് മുച്ചൂടും മുടിച്ചിരിക്കുന്നു, താറുമാറായിരിക്കുന്നു. അതിശക്തമായ കാറ്റിൽ പല ബഹുനില കെട്ടിടങ്ങളും നിലംപൊത്തുന്ന കാഴ്ച, വീടുകളൊക്കെ തന്നെ ഭസ്മമായി മാറുന്ന കാഴ്ച. തായ്വാനിലെ കിഴക്കൻ ഹുവാലിയൻ മേഖലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. കനത്ത മഴയെ തുടർന്ന് തടയണ തകർന്ന് ഗാങ്ഫു എന്ന ടൗൺഷിപ്പിലേക്ക് തന്നെ വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. നിരവധി മേഖലകളെ, പ്രദേശങ്ങളെ വെള്ളം വിഴുങ്ങിയെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒട്ടനവധി വീടുകളും റോഡുകളുമൊക്കെ ഒലിച്ചു പോകുന്ന കാഴ്ച. കുത്തിയൊലിച്ചെത്തുന്ന വെള്ളത്തിന് പിന്നാലെ പല അണക്കെട്ടുകളും പാലങ്ങളുമൊക്കെ തകരുന്ന ഒരു കാഴ്ച. 10-ലധികം നഗരങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു. അപകട സാധ്യത തന്നെയാണ് നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ സമീപ മേഖലകളിൽ നിന്നും ഒഴിപ്പിച്ചിരിക്കുകയാണ്. 500-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നത്. ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു വിഷമതയിൽ പല മേഖലയിലായി കുടുങ്ങിക്കിടക്കുകയാണ്. ഹോങ്കോങ്ങിലും അതുപോലെ മക്കാവോയിലും 500-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. ചുഴലിക്കാറ്റിൽ 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റുവെന്ന പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇപ്പോഴത് 10,000-ലേക്ക് എത്താനായി ഒട്ടും തന്നെ താമസമില്ലെന്നാണ് അധികൃതർ പറയുന്നത്. കാണാതായ നിരവധി ആളുകൾക്ക് വേണ്ടി, 100 കണക്കിന് ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പല മേഖലകളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നുള്ള ഭീതി തന്നെയാണ് ഉയരുന്നത്. മണിക്കൂറിൽ 265 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന രഗസ ഹോങ്കോങ്ങിന്റെ തെക്കു ഭാഗത്ത് 100 കിലോമീറ്റർ അകലെയായി തന്നെ നിൽക്കുന്നുവെന്നാണ് ഹോങ്കോങ്ങിന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ചുകൊണ്ട് തായ്വാനിൽ 14 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പീൻസിൽ ഏകദേശം 11 പേരോളം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതുപോലെ പല നഗരങ്ങളും ഗ്രാമപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. 50,000-ലധികം വൃക്ഷങ്ങൾ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. യാങ്ജിയാങ് മേഖലയിലാണ് ഇത്രയധികം നഷ്ടമുണ്ടായിരിക്കുന്നത്. സുങ്ഹായ് പ്രദേശമൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തകർക്ക് മേഖലയിലേക്ക് എത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പലയിടത്തും പ്രളയ സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. കിഴക്കൻ തായ്വാനിൽ ചൊവ്വാഴ്ച കനത്ത നാശനഷ്ടമാണ് രഗസയിലൂടെ ഉണ്ടായത്. കരതൊട്ടതോടെ ശക്തി കുറഞ്ഞെങ്കിൽ പോലും പ്രഹരശേഷിയാകട്ടെ അതിഭീകരമാണ്, മാരകമാണെന്നാണ് അധികൃതർ പറയുന്നത്. ഒരല്പം പോലും ഇതിൻ്റെ സംഹാരശേഷിയിൽ ഒരു കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സാഹചര്യം കൂടുതൽ മോശമാക്കുന്നതും ചുഴലിക്കാറ്റ് ഏറെ ജനങ്ങൾക്ക് ഭവിഷ്യത്ത് സൃഷ്ടിക്കുന്നത്. കരുത്തേറിയത്, ശക്തം എന്നുള്ള ഫിലിപ്പീനോ ഭാഷയിൽ അർത്ഥമാക്കുന്ന വാക്കാണ് രഗസ എന്നുള്ളത്. ചുറ്റിക്കറങ്ങി വൻ നാശം വിതയ്ക്കുന്ന അതിശക്തമായ കാറ്റെന്ന അർത്ഥത്തിലും ഈ സൂപ്പർ ടൈഫൂൺ
രഗസ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ഫിലിപ്പീൻസിൽ നന്ദോ എന്നാണ് രഗസയെ വിളിക്കുന്നത്. 1,40,000 യാത്രക്കാരാണ് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതോടെ ഇക്കഴിഞ്ഞ 48 മണിക്കൂറിൽ പല മേഖലകളിലായി കുടുങ്ങിക്കിടക്കുന്നത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ 20% വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലും അധികൃതർക്ക് ഇപ്പോഴില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.